നമുക്ക് ആലോചിക്കേണ്ടത് നമ്മെ നിയന്ത്രിക്കുന്നത് ആത്മാവോ അതോ ചക്രങ്ങളോ? ഇതിനെ ഒന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. നമസ്തേ, രഞ്ജിത്ത്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആത്മാവാണോ ചക്രങ്ങളാണോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വഭാവം എന്നത് ആത്മാവുമായുള്ള ബന്ധത്തിൻ്റെ പ്രകടനമാണ്. ഉയർന്ന ആത്മാവുമായി ബന്ധം ശക്തമായാൽ സ്വഭാവം ശുദ്ധമാകും. സമതുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധം ദുർബലമാകുന്നു. അതോടെ ആത്മാവിൻ്റെ പ്രകാശം നിത്യജീവിതത്തിൽ മങ്ങിയിരിക്കും. ദുർബലമായ സ്വഭാവം ദുർബലമായ ആത്മബന്ധത്തിൻ്റെ പ്രതിഫലനമാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം ക്ഷയിച്ചാൽ ചക്രങ്ങൾ, അതായത് വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രേരണകൾ നിങ്ങളെ നിയന്ത്രിക്കാനായി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കണം, ആരാണ് യജമാനൻ? ആത്മാവോ ചക്രങ്ങളോ? ആത്മാവാണ് നയിക്കുന്നത് എങ്കിൽ സമാധാനവും വ്യക്തതയും നന്മയും സ്വാഭാവികമായി വിരിയും. ചക്രങ്ങൾ നയിക്കുമ്പോൾ ആശയക്കുഴപ്പവും അസമതുലിതാവസ്ഥയും വളരും. ധ്യാനം, സേവനം, സമതുലിത ജീവിതം, ഇതിലൂടെ ആത്മബന്ധം ശക്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ നായകൻ ആത്മാവായിരിക്കട്ടെ. Character is expression of your soul connection. The stronger your link with the higher soul, the purer your character becomes. When you lose balance, that connection weakens. The light of the soul fades in daily life. A weak character reflects a weak soul connection. When the soul's presence is faint, your chakras, your emotions, desires and impulses start to control you. That's why we must always ask, who is the boss, the soul or the chakras? When the soul leads, peace, clarity and goodness flow naturally. When the chakras lead, confusion and imbalances rise. Strengthen your soul contact through meditation, service and balance, and let your soul be the master of your life. ധ്യാനം, സേവനം, സമതുലിത ജീവിതം, ഇതിലൂടെ ആത്മബന്ധം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥ നായകൻ ആത്മാവായിരിക്കട്ടെ. താങ്ക് യു, രഞ്ജിത്ത്.